ഹലോ മക്കളെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വർഷമൊക്കെയാണല്ലേ. പുതിയ വർഷമാവുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും. അതേപോലെ തന്നെ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടും ഉണ്ടാവും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കണമെന്നും ക്ലാസ്സിൽ ടോപ്പർ ആവണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലും കാണും. അപ്പം നമ്മൾ ഈ ഒരു എക്സാമിന് നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഓൺ എക്സാം വരുന്നുണ്ട്, ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്, അതേപോലെ തന്നെ ആനുവൽ എക്സാം വരുന്നുണ്ട്. ആദ്യത്തെ 2 എക്സാമും, അതായത് ഓൺ എക്സാം ആയിക്കോട്ടെ അതേപോലെ തന്നെ ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, കുറവാണ് ചാപ്റ്റേഴ്സ് കമ്പയർഡ് ടു ആനുവൽ എക്സാം. അപ്പോൾ ആദ്യത്തെ 2 എക്സാമിന് നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസം പഠിക്കാനിരുന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. എന്നിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ കണ്ട് നിങ്ങൾ എഴുതി ഇങ്ങനെയായിരിക്കും നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ട്രിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ആനുവൽ എക്സാമിന് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വർഷം മുഴുവൻ പഠിച്ച കാര്യങ്ങളും ആനുവൽ എക്സാമിന് ചോദിക്കും. അപ്പോൾ തലേന്ന് മാത്രം പഠിക്കാമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടായിരിക്കും. അപ്പോൾ നല്ലതുപോലെ പഠിക്കുക എന്നുള്ളത് മാർക്ക് കിട്ടാൻ മാത്രമല്ല, നമുക്ക് വരുന്ന ക്ലാസ്സുകളിലേക്ക്, ഇപ്പോൾ നിങ്ങളിപ്പോൾ 6ലാണെങ്കിൽ 7ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇതൊന്നും കൃത്യമായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ 7ാം ക്ലാസ്സും ടഫാവും. ഇനി 7ാം ക്ലാസ് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സും, ഈ പറയുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ടഫായി വരും. അപ്പോൾ ഏത് ക്ലാസ്സിലാണോ നിങ്ങൾ പഠിക്കുന്നത് ആ ക്ലാസ് ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്രാവശ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ ബാച്ചുകൾ ഓരോന്നും ഉള്ളത്. അപ്പോൾ ന്യൂ ഇയർ പ്രമാണിച്ച് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പഠിത്തത്തിൽ മാത്രം നിങ്ങൾ ഒരു കോംപ്രമൈസും കാണിക്കരുത്. നിങ്ങൾ കൃത്യമായി പഠിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ന്യൂ ഇയറിന് നിങ്ങൾ സൈലത്തിൻ്റെ ബാച്ചുകളിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് NY15 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉള്ളത്. ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൈസ് 15% ഡിസ്കൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് കോഴ്സുകളിലേക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഓരോ ക്ലാസ്സും ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കുക. ന്യൂ ഇയറിന് നിങ്ങൾ എടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ പാരൻസിനെ പ്രൗഡാക്കണം, ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളത് തന്നെയായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക.